പാലാരിവട്ടം പാലം എന്റെ നേതാവാണ്, എന്റെ ജില്ലക്കാരൻ ബഹുമാന്യനായ VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബ്. അദ്ദേഹത്തെ ബർത്ത്ഡേയാണ്. ലേക്ക് ഷോർ ആശുപത്രിയിൽ രോഗം ബാധിച്ച് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഇബ്രാഹിം കുഞ്ഞിന്റെ രോഗശയ്യക്കടുത്ത് പിണറായി വിജയന്റെ വിജിലൻസ് പോയി അറസ്റ്റ് ചെയ്തു. എന്നിട്ടോ ആ വയസ്സുകാലത്ത് പാവപ്പെട്ട മനുഷ്യനെ, രോഗിയെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. സാഹിബ് കോടതിയെ സമീപിച്ചപ്പോ അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ ഗൗരവാവസ്ഥ കോടതിക്ക് ബോധ്യപ്പെട്ടപ്പോ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ബാലിശമാണ് എന്ന് കോടതിക്ക് തോന്നിയപ്പോ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത ഉടനെ ജാമ്യം 400 പാലങ്ങൾ ഉണ്ടാക്കിയ, ഇത്രയും റോഡുകൾ നിർമ്മിച്ച ഞങ്ങളുടെ ജില്ലയുടെ അഭിമാനമായിരുന്ന മുസ്ലിം ലീഗ് നേതാവിന് ഭാഗ്യവശാൽ, ഞാൻ പറഞ്ഞ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജയിലിൽ പോകേണ്ടി വന്നില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പാലാരിവട്ടം പാലം അത് തകർന്നു, അത് പൊളിഞ്ഞു വീണു. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടില്ല? ഇവിടെ സിമന്റ് ഇല്ല, കമ്പിയില്ല, ടോളുകൾ കുറെ വന്നു, ആളുകൾ കുറെ പരിഹസിച്ചു. എന്നിട്ടോ ആ പാലം പൊളിഞ്ഞോ? അത് തകർന്നോ? അതിന് ബലക്ഷയമുണ്ടോ എന്നറിയാൻ ആ പാലത്തിന് ഭാരം കയറ്റണം, ആ പരിശോധന നടത്തണം. ഇവരാ പരിശോധന പോലും നടത്തിയിട്ടില്ല. ഇവർ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, പാലാരിവട്ടം എന്ന് രോഗം മുഴുവൻ പ്രചരിപ്പിച്ചു. 2 കള്ളക്കേസ് ഉണ്ടാക്കിയ പാവപ്പെട്ട മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കാൻ ശ്രമിച്ചു. മൂന്നാമത്തേതോ ആ പാലം ഇവരെ പുനർനിർമ്മിച്ചു. ഇത്രയാണ്. ആ പാലം പൊളിഞ്ഞിട്ടില്ല. ആ പാലത്തിന് ബലക്ഷയമുണ്ട് എന്ന് CPM പറയുമ്പോ കയ്യാമവും കൊണ്ട് കേരളത്തിലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന്റെ രോഗശയ്യയിൽ നിങ്ങൾക്ക് ചെന്ന് നിൽക്കാമെങ്കിൽ അതേ ലോജിക്ക് വെച്ച് തിരിച്ചൊന്ന് ചോദിക്കുന്നത്, കൂരിയാട്ട് ഹൈവേ തകർന്നാൽ അതിന് ഉത്തരം പറയേണ്ടത് ആരാ? റീൽസ് എടുക്കുന്ന കാലത്തെ ഞങ്ങൾക്കറിയാം, പുന്നാര വരുമ്പോൾ ഇല്ലാത്തോട് ഓടില്ലാന്ന്. ഇത് പണിയുന്നത് ദേശീയവാദ അതോറിറ്റിയാണ്. അതിന്റെ മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. ഈ ഇന്ത്യയിൽ എവിടെ നിർമ്മിക്കപ്പെടുന്ന റോഡിന്റെ പേരിലും ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ 1 രൂപ നികുതി പണം നഷ്ടപ്പെട്ടാൽ അതിന് നിതിൻ ഗഡ്കരി എന്ന BJP നേതാവ് ഓഡിറ്റബിളാണ്.